ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. അതീവ രഹസ്യമായിട്ടാണ് രാഹുൽ എത്തിയത്. രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നേരത്തെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് നടത്തിയ ജാമ്യ വ്യവസ്ഥ പ്രകാരം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ നീക്കം. രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്യലിന് ഹാജരാവണം. ഇത് കസ്റ്റഡിയായി കണക്കിലാക്കും. രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ദൃശ്യങ്ങളാണിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർക്ക്. ഡാൻ കുര്യൻ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. ഡാൻ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. പരമാവധി മാധ്യമങ്ങളോട് ഒഴിഞ്ഞു പോവുക എന്നതായിരിക്കും ഒരുപക്ഷെ രാഹുലിന്റെ ശൈലി. എന്തായാലും ഇന്ന് രഹസ്യമായെത്തിയ രാഹുലിന്റെ നീക്കം നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞു. എപ്പോഴാണ് രാഹുൽ എത്തിയത്? ഈ ചോദ്യം ചെയ്യൽ എത്ര സമയം തുടരും? ആദ്യത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കർശന ഉപാധികളോടെ 16-ാം തീയതി മുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയത്. 16, 17, 18 തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അതിന് പ്രകാരം രാവിലെ 10 മണിയോടെയാണ് പോലീസ് നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് SITയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് പോലീസ് ക്യാമ്പിൽ എത്തി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിരിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് സ്വകാര്യ വാഹനത്തിൽ രാഹുൽ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ വിശദമായ ചോദ്യം ചെയ്യൽ 10 മണിയോടെ തന്നെ ആരംഭിക്കും. 10 മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എടുത്തു പറയേണ്ട കാര്യം, പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഏറ്റവും പ്രധാനമായി ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാകും ഈ ചോദ്യം ചെയ്യൽ നടക്കുകയെന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വൈദ്യ പരിശോധന അടക്കം ചോദ്യം ചെയ്യുന്ന ഭാഗമായി രാഹുലിന്റെ വൈദ്യ പരിശോധന അടക്കം നടക്കുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലാകും ആ വൈദ്യ പരിശോധന? അതായത് ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കുമോ, അതോ അതിനു മുമ്പ് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് രാഹുലിനെ വിധേയമാക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും 3 ദിവസമാണ് ചോദ്യം ചെയ്യലിന് അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഈ പേരൂർക്കട SIP ക്യാമ്പിന് സമീപത്തുള്ള പോലീസിന്റെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഈ വിശദമായ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഒരു വേള പിന്നിട്ടതിന് ശേഷമായിരിക്കാം വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുലിന്റെ സ്മാർട്ട് ഫോൺ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കേസുമായി ബന്ധപ്പെട്ട രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് നടത്തിയ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്, ഈ സ്മാർട്ട് ഫോണും പാസ്പോർട്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കണം, അതിൻ്റെ പാസ്വേഡ് അടക്കം പറഞ്ഞു നൽകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അവരുടെ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിനുള്ളിലുണ്ട്, ആ ദൃശ്യങ്ങൾ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി പലപ്പോഴും അതിക്രമത്തിന് ശ്രമിച്ചു എന്നൊക്കെ പരാതിയിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടണമെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഫോൺ കേന്ദ്രീകരിച്ച വിശദമായ പരിശോധന നടത്താനുള്ള നീക്കം ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് നടത്തിയത്. പക്ഷേ അതിനോട് രാഹുൽ ഒരു അനുകൂലമായ ഒരു സമീപനമല്ല അന്വേഷണ സംഘത്തോട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ ഫോൺ പാസ്വേഡ് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അത് തുറന്ന് വിശദമായി പരിശോധിക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യം അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ടായത്. അതിനിടയിലാണ് ഇങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലായി 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാനുള്ള നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് രാവിലെ 10 മണിയോടെ പേരൂർക്കട SIP ക്യാമ്പിന് സമീപമുള്ള പോലീസ് ക്യാമ്പ് ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. സ്വകാര്യ വാഹനത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഓഫീസിനുള്ളിലേക്ക് നടന്നു പോകുകയെന്ന് ആർക്കും മുഖം കൊടുക്കാത്ത, ഒരു സംശയങ്ങൾക്കും ഇട നൽകാത്ത തരത്തിൽ രാഹുൽ അകത്തേക്ക് കയറി പോവുകയായിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ
ഹാജരാക്കി അതിനു മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു. അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പരാതിയുമായി മുമ്പ് ഇവർ രംഗത്തെത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം രാഹുലിന്റെ അഭിഭാഷകനും ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലുമൊക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് വാദമുഖമായി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വിശദമായ വിചാരണ നടക്കേണ്ടത് അത് വിചാരണ ഘട്ടത്തിലാണ്. വാദം നടക്കേണ്ടത് വിചാരണ ഘട്ടത്തിലാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നുവെന്ന പരാമർശം ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം രാഹുലിന്റെ പക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇത് ഉഭയസമ്മത കക്ഷി പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് വ്യക്തമാക്കാനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ രാഹുൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കും. അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് SIT കടക്കുക. കാരണം ഒരുപാട് വിമർശനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടതാണ്. കാരണം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിനു ശേഷം രാഹുലിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയാതെ പോകുന്നു. പിന്നീട് രാഹുൽ ഏതാണ്ട് കുറച്ചധിക ദിവസത്തേക്ക് കാണാനില്ലാത്ത സാഹചര്യം, രാഹുൽ എവിടെയെന്ന് ആർക്കും അറിയാത്ത സാഹചര്യം, അത് പോലീസിന് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയ കാര്യമാണ്. അങ്ങനെ വലിയ തരത്തിൽ വിമർശനങ്ങളും അതോടൊപ്പം ആക്ഷേപങ്ങളുമൊക്കെ നേരിട്ട ഒരു കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുക. അതിൽ വിധി പറയാനായി പലതവണ മാറ്റുകയും ഒടുവിൽ കഴിഞ്ഞയാഴ്ച രാഹുലിന് അനുകൂലമായ ആശ്വാസമായ ഒരു വിധി വരികയുമൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു കേസിന്റെ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുമ്പിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് നടത്തുന്ന ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തോട് വിവരിക്കുമോ, അന്വേഷണവുമായി ഏത് തരത്തിൽ സഹകരിക്കുമെന്നതൊക്കെയാണ് പ്രത്യേകമായി അറിയാനുള്ള കാര്യം. അതോടൊപ്പം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ഈ യുവതിയുടെ പരാതി, അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം അതാണ്. ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം അത് തന്നെയായിരിക്കാം. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ, അതോടൊപ്പം ഡോക്ടറുടെ മൊഴിയൊക്കെ അന്വേഷണ സംഘത്തിന് യുവതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായി രാഹുൽ ഏത് തരത്തിലായിരിക്കും ചോദ്യവലിയിൽ ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കുക എന്നതുകൂടി ശ്രദ്ധേയമായി മാറും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഹുലിന്റെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇന്നു മുതൽ നടക്കുന്ന ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ 10 മണിയോടെയാണ് പേരൂർക്കട SIP ക്യാമ്പിന് സമീപത്തുള്ള പോലീസ് ക്യാമ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം, അതായത് രാഹുലുമായി ബന്ധപ്പെട്ട ആദ്യ പരാതിയാണ്. പോലീസ് പലവട്ടം അറസ്റ്റ് നീക്കം നടത്തി, രാഹുലിന്റെ ഒളിവ് ഒക്കെ നമ്മൾ കണ്ടതുമാണ്. ഈ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിന് തയ്യാറെടുക്കാൻ, ചോദ്യം ചെയ്യൽ തയ്യാറെടുക്കാൻ ഏറെ ടൈം കിട്ടിയിരുന്നു. സ്വാഭാവികമായ ആ ഒരു പ്രിപ്പറേഷൻ ഈ കേസിൽ ഗുണം ചെയ്യുമെന്ന് കരുതാം. ഏറ്റവും ഒടുവിൽ ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഒരു പൂർണ്ണമായ ഓഡിയോ രേഖകളും ഉണ്ടല്ലോ. അപ്പോൾ തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത രാഹുലിന് മുന്നിൽ കൂടുതൽ കുരുക്കാവാനാണോ സാധ്യത? അതേസമയം രാഹുലും തയ്യാറെടുത്ത് തന്നെയായിരിക്കുമല്ലോ ഈ കേസിലേക്ക് വരിക. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്ത് ഉൾപ്പെടെ, അതായത് ഈ കേസിൽ ഏത് തരത്തിലായിരിക്കണം പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിയമപരമായി അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു ആസൂത്രണവും ചോദ്യം ചെയ്യലിന് ഹാജരാകും മുമ്പ് രാഹുലിന് ലഭിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളോടെ തന്നെയായിരിക്കും രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും നമുക്കറിയാം ഈ കേസിൽ ഇതൊരു ഉഭയസമ്മത കക്ഷി പ്രകാരമുള്ള ബന്ധം എന്നതാണ് പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതായത് അവർ ആ കാര്യമാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പൊതുസമൂഹത്തിന് മുമ്പിലും അത്തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു രാഹുലിനെ അനുകൂലിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഈ യുവതി പറയുന്നത് ഇവരുടെ ചിത്രങ്ങൾ, ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം തന്നെ പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് അതിക്രമത്തിന് വിധേയാക്കി എന്നാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ അതിനോട് ഏത് തരത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യലിൽ രാഹുൽ പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. മാത്രവുമല്ല ഈ പ്രതിഭാഗത്തിൻ്റെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്ന എത്രത്തോളം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ ഈ കേസിൽ പ്രധാനപ്പെട്ടതായി മാറും. അവിടെയാണ് ഈ ഓഡിയോയുടെ ആധികാരികത.